പോകുന്നുണ്ടില്ലേ പണി വന്നിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പൊ കടലിലെ തിരമാല എണ്ണി നടക്കുക. വെൽക്കം ടു കണ്ട ഇവിടെ ഒരാൾ മാറ്റി പിടിച്ച് പെണ്ണ് കാണാൻ പോകാം. പെണ്ണ് കാണാൻ പിന്നെ പെണ്ണ് കാണാൻ പോകണ്ട ആശിക. പെണ്ണ് കാണാൻ ഇങ്ങെന്തിനാ പോകുന്നത്? അതൊരു ചടങ്ങല്ലേ? അതെ, എന്താ നമ്മുടെ കുടുംബത്തിലെ മെയിൻ പെണ്ണ് കാണാൻ പോകുന്ന ആളാ. എല്ലാരും ഇവരോട് ചോദിച്ചിട്ടാ ലൊക്കേഷൻ കാര്യങ്ങൾ. ആരാന്ന വിചാരം? എന്റെ കസിന്റെ നിക്കാഹ് അല്ല പെണ്ണ് കാണലാണ്. അപ്പൊ പിന്നെ ഞാന് മുന്നിൽ നിക്കൂലേ? ഫോട്ടോ ഇവിടെ ഓരോ രാവിലെ മുതൽ മറ്റേ ഫുള്ള് ഫോണാണ്. ഹലോ, ടൈം എപ്പോഴാ ആക്കേണ്ടത്? പിന്നെ ഇന്ന സ്ഥലത്ത് വരാൻ പറയും. 4 മറ്റേ 2 മണിക്ക് ആക്കാന്ന് പറഞ്ഞാൽ പറയണേ ചൂടൊന്നും പറ്റില്ല. 2 മണിക്ക് ആക്കാന്ന് പറ്റി പറയണേ. വേഗത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റൂല. അവരോട് 5 മണിക്ക് വരാൻ പറയുന്നത്. ലിപ്സ്റ്റിക് ഇട്ട് പോവാണ് പെണ്ണ് കാണാൻ വേണ്ടിട്ട്. മാറ്റി പിടിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു സിമ്പിൾ ലുക്കാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഫുള്ള് അവിടെ മറ്റേ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങനെ ഫുൾ ഡിസ്കഷൻ ഗ്രൂപ്പ് കോളൊക്കെ വിളിച്ചിട്ട് 4 മണിക്ക് പറയും. അങ്ങനെ ഫുള്ള് ആര് വിളി സ്ഥിരം പരിപാടിയാണല്ലോ. നമ്മുടെ ഡ്രസ്സ് കസ്റ്റമേഴ്സിന് കിട്ടൂല, എല്ലാം വിളിക്ക് വേണം. അപ്പൊ അങ്ങനെ പെണ്ണ് കാണാൻ പോയി. നൈസായിട്ട് എനിക്കും പണിയാണ് ഗൈസ്. കാർ ഓടിക്കാൻ അറിയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാർ എടുത്ത് പൊയ്ക്കോന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. എടുത്ത് പൊയ്ക്കോന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് എനിക്ക് പണിയരാം. കാപ്പാട് ബീച്ചിലൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അന്നെങ്കിൽ ബ്ലോക്ക് പറയും, അല്ലെങ്കിൽ രാത്രി പറയും. രാത്രി എനിക്ക് കണ്ണ് ലൈറ്റ് അടിച്ച പ്രശ്നമാണെന്ന് അറിയാം. രാവിലെ ആകുമ്പോൾ പറയും രാവിലെ സുഖം വെയിൽ കൂടുതലാന്ന് അറിയാം, അല്ലെങ്കിൽ ബ്ലോക്ക് കൂടുതലാന്ന് പറയും. ഫുള്ള് മടി. അപ്പൊ ഞാൻ എന്തിനാ പെണ്ണാണ്? നിങ്ങൾ പെണ്ണാണോ? ഞാൻ ജസ്റ്റ് നമ്മൾ ഇറക്കി തന്നാ പോരെ? ഞാൻ പോവില്ലേനു, പക്ഷെ ഇവിടെ ഇറക്കി കൊടുക്കേണ്ട ആവശ്യം. ഇവൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവൾക്ക് പോവാൻ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് മാത്രം എന്താക്കാണ് അതിന്റെ അപ്പുറം വരാം. മനസ്സിലാക്കി നടന്നു. ഇങ്ങനെ പെണ്ണ് കണ്ടിട്ട് അപ്രൂവ് കൊടുക്കോ? അപ്രൂവ് ചെയ്യോ? ഓൾറെഡി കണ്ടിഷ്ടപ്പെട്ടു. നമ്മൾ ചുമ്മാ ഒരു ചടങ്ങിന് പോകുന്നത്. വീഡിയോ കോൾ ചെയ്താ പോരെ? അങ്ങനല്ല, വീഡിയോ കോൾ ചെയ്യുന്ന മാതിരിയാണോ കാണുന്നത് വേറെ ഫീല്, വീഡിയോ കോൾ വേറെ ഫീൽ. അപ്പൊ ഞാൻ നിക്കാതിന് കണ്ടാ പോരെ? എന്തൊക്കെയാണ് ആശിക്ക? അതിന് മുന്നേ നമ്മളിങ്ങനെ ഒരു കാണലൊരു ചടങ്ങുണ്ട്. എനിക്കറിയില്ല ഇവരുടെ ചടങ്ങ് എന്താന്നൊക്കെ ഉള്ളത്. വയ്ക്കോ, പോവാ, ലേറ്റ് ആക്കല്ല. ഇവിടെ ഒരാളുടെ പെണ്ണ് കാണാൻ വന്നെങ്കിൽ പെണ്ണ് കൂട്ടര് വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിയില്ല. അവിടെ 1 മണിക്കൂർ മുമ്പ് ഇവിടെ ബീച്ചിൽ വന്നിരിക്കുന്നു. എന്ത് ഷാർപ്പ് ടൈമർ? എന്തൊക്കെ ആയിരുന്നു. ലൈറ്റസ്റ്റ് എൻട്രി. എല്ലാരും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഇങ്ങനെ എൻട്രി ചെയ്യും. എന്നിട്ട് ഇപ്പൊ കടലിലെ തിരമാല എണ്ണി നടക്കുക. സാരില്ല, ഞാൻ പോട്ടെന്നാ. നമ്മുടെ ബീച്ചിലിരുന്നോ? ഇനി അമ്മ ബീച്ചിലിരുന്നോ? ഐസ്ക്രീം വേണോ തൽക്കാലത്തേക്ക്? ബോറടിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചേരാ. ബോറടിക്കുന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ചേരാ. 8ന്റെ പണി വന്നിട്ട് പോകുന്ന നോക്ക്. ചിരിച്ചിരുന്നോ? ഇനി ഈ പോക്ക് പോയി കഴിഞ്ഞിട്ട് ഇനി സമയത്ത് 5 മണി. ഇനി എത്ര മണിക്ക് വേണ്ട വരാ? ആശിക്കങ്ങളില്ലേ, ഞാൻ ഐഡിയ പറഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പാറുണ്ട്. ആ പാറിന്റെ മുകളിൽ കുറച്ച് ഉറങ്ങിയൊക്കെ പോയി. പ്രശ്നം പോയിക്കോ, കിട്ടുന്ന പണിയാ തിരിച്ചു തരും. എന്റെ മുട്ടോ പോകുന്നുണ്ടില്ലേ? എനിക്കുള്ള പണി വന്നിട്ടാണ് പോകുന്നത്. അപ്പൊ എന്താ പറയാ, ഓള ഇപ്പൊ കാത്തിക്കാണ്. എനിക്ക് ചെറിയൊരു പണി ഉണ്ട്. ഞാൻ പണി കഴിഞ്ഞിട്ട് ഞാനിപ്പോ കാപ്പാട് ബീച്ചിലെത്തി. പോളയും കാത്തു നിൽക്കാണ്. എന്താ ചെയ്യാ? ആരാണ് ഇപ്പം പെണ്ണുകാളിലൊക്കെ പോകുന്ന മെയിൻ ആളാണ്. മെയിൻ എന്താ പറയാ, കാര്യപ്പെട്ട ഒരാളാ കുടുംബത്തിലെ. ഫുൾ ഡീറ്റെയിൽസ് ഓളാ വിളിച്ച ചോദിക്കുക എന്തൊക്കെ സമയം കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇപ്പൊ നടക്കാണ് ഇപ്പൊ ആള്. ഇനിയിപ്പോ എപ്പോഴാണ് വരാന്ന് ആർക്കറിയാം. വേഗം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. മറ്റേ ടീംസ് എത്തിക്കഴിഞ്ഞാൽ വരെയിരിക്കും. അതുവരെ ഞാൻ കാറിൽ പോസ്റ്റാണ്. അപ്പൊ എന്താ ചെയ്യാ, ഞാൻ ഇങ്ങനെ എന്റെ പെണ്ണുകാളിൽ കണ്ടതിന് ശേഷം ഞാൻ എന്താ പറയാ ആദ്യമായിട്ട് വേറൊരു പെണ്ണ് കാണാൻ പോകുന്നത്. വേറെ എൻ്റെ ഫ്രണ്ട്സുകളൊപ്പം ആണെങ്കിലും വേറെ കുടുംബത്തിൻ്റെ പെണ്ണുകാളിലൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. എൻ്റെ പെണ്ണുകാളിൽ പിന്നെ നമ്മളെ പെണ്ണുകാളിൽ കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റായത് കൊണ്ട് വേറൊരു പെണ്ണുകാളിൽ പോകേണ്ടി വന്നിട്ടില്ല. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു പെണ്ണുകാളിൽ പോവാണ്. ഒരു ഡ്രൈവറായിട്ട്, എൻ്റെ വൈഫിൻ്റെ ഡ്രൈവറായിട്ട് പോയത്, അവളെ ഇറക്കാൻ കൂട്ടാനൊക്കെ. അപ്പോൾ വരും. അതുവരെ ഞാനിവിടെ ഇങ്ങനെ നിങ്ങളോട് കുറച്ച് നേരം കഥ അറിഞ്ഞിരിക്കാന്ന് വിചാരിച്ച്. എന്തായാലും എനിക്ക് ബോറടിക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം വ്ളോഗ് എടുക്കാം. വ്ളോഗിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാമല്ലോ. അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും അങ്ങനെ പറയാമല്ലോ. അപ്പം അങ്ങനെ വെറുതെ ഒരു വ്ളോഗ് എടുത്താണ്. അപ്പോൾ ഓള് വരുന്നവരെ ഞാനിങ്ങനെ കാത്തിക്കാണ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി ഓള് വന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതാ
ലിയോട്ടിനെയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഷിക. അതെ, ഇവിടെ രണ്ടാൾക്കാരുണ്ട് ബാക്കിൽ ഒളിച്ചു നിൽക്കാണ്. ക്യാമറയിൽ ഒരു ഒറ്റ ഫ്രെയിമിൽ പോലും കാണുന്നില്ല. ഇല്ലില്ല, അത്രയും എന്താ പറയാ, അത്രയും ബ്രില്യന്റ് ആയിട്ട് ഒളിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് അപ്പൊ എന്ത് എനിക്ക് നല്ല പോസ്റ്റ് ആണ്. ആഷിക്കാക്ക് അത് മാത്രം പോസ്റ്റ് ഒന്നും കൊടുത്തില്ല, 4 മണിക്കൂർ ചെറുതായിട്ട് പോസ്റ്റ്. 4 മണിക്കൂർ പോസ്റ്റ് 5, 6, 7, 8 കുറെ വാങ്ങണ്ടല്ലേ അതില്. ഇപ്പൊ ഒരാളെ ഓഫാക്കി അവർക്ക് ബസ് കിട്ടിട്ട് വരണം. നമ്മള് ഒരാളെ ബസ് കയറ്റി കൊടുക്കാന്, വേറെ റൂട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതെ, അപ്പൊ ബസ് കയറ്റി കൊടുക്കാന് പോയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. ഓര് വെയിറ്റ് ചെയ്തിരിക്കാണ്. സമയം നല്ല ലേറ്റ് ആയി ഇപ്പം തന്നെ. ഇപ്പഴാണ് നമ്മള് കഴിച്ചതായി നേരത്തെ പോയിട്ട്. പിയാപ്പിള കാണിച്ചു കൊടുക്കുക, പക്ഷെ പിയാപ്പിള കട്ട് ചെയ്ത് പോയി. ഇപ്പൊ അല്ലെ പിയാപ്പിള കാണിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് വിളിച്ചാ മതി. ഇവിടെ ഓളാണ്. അപ്പൊ ഇതാണ് പിയാപ്പിള. പിയാപ്പിള കിടന്നിട്ട് ബൈക്ക് താ. അപ്പൊ ഇതാണ് പിയാപ്പിള. പിയാപ്പിള പിന്നെന്താ പിയാപ്പിള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇങ്ങനെ മിനിറ്റില് വിളിക്കുന്നുണ്ട് കേട്ടോ. ലണ്ടനിലാണ് പിയാപ്പിള. പിയാപ്പിള അത്തോടി കയറ്റി കൊടുത്താ പോരെ ഉള്ളിയേരിക്ക്. പിന്നെ അതല്ലേ സുഖം. ഇത് പോട്ടെ പരിപാടി കഴിഞ്ഞു. പിയാപ്പിളും കണ്ടു ഞങ്ങളെല്ലാവരും. അപ്പൊ നമ്മളെല്ലാരും ഫാമിലി പോലെ ബൈ. ഇങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഹിബനെ വീട്ടിലാക്കി ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പോൾ ഇവിടെ എല്ലാവരും ചക്ക ഇഷ്ടം കൊണ്ട് ഒരു വലിയ ചക്ക കിട്ടിയപ്പോൾ അതവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. ചക്ക കട്ട് ചെയ്ത് ഇതാക്കാനാ പണി. ഇനിയിപ്പോൾ ചക്ക സീസൺ തുടങ്ങിയതുകൊണ്ട് ഇനിയിപ്പോൾ ഫുള്ള് ചക്കൻ്റെ കളിയായിരിക്കും. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, പക്ഷെ പച്ചയാണ്. ഇവിടെ ആരെയും ഉണ്ടായിരിക്കും. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇപ്പം വീട്ടിലെത്തി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവനെ വീട്ടിലാക്കി, എല്ലാവരെയും വീട്ടിലാക്കി. ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്ന് ഈ ബോളെ വീട്ടിൽ നിൽക്കുകയാണ്. കാരണം എല്ലാ ഫാമിലി ഉണ്ടായതുകൊണ്ട് എന്താ പറയുക, പെണ്ണുകാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ രസമാണല്ലോ. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഒന്ന് ജോലിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഉമ്മയും ഉമ്മൻ്റെ താത്തമാരും ഉമ്മൻ്റെ അനിയത്തിമാരും പിന്നെ ഓരോ കസിൻസും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പരിപാടി ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് ഇപ്പോൾ എന്താ പറയുക ഹിബൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഓരെല്ലാവരും അവിടെ ഇങ്ങനെ വന്നപ്പോൾ ഹിബ ഓരോപ്പം നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മളൊരു കുട്ടി വ്ളോഗ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം.